എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജേഷ്. അങ്ങനെ ഇന്ന് നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 26ാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിരിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മില്ലറ്റുകളുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റാഗി, മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഫിംഗർ മില്ലറ്റിനെ കുറിച്ചാണ്. റാഗി എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ഹൈ എമൗണ്ട് കാൽഷ്യത്തെ കുറിച്ചാണ്. ഇതിൽ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പാലിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും ധാന്യത്തിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുത്താറിയിൽ മാത്രമാണ്. ആദ്യം നമുക്ക് മുത്താറിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം പാകം ചെയ്തിട്ടുള്ള റാഗിയിൽ 120 കിലോ കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. 25 മുതൽ 27 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ്സും 2.5 മുതൽ 3 ഗ്രാം വരെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ് 0.6 മുതൽ 1 ഗ്രാമും ഫൈബർ 1 മുതൽ 1.5 ഗ്രാമുമാണ് ഉള്ളത്. കാൽഷ്യത്തിന്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ 100 മുതൽ 120 മില്ലിഗ്രാം വരെയാണ് ഉള്ളത്. അയൺ 1 മില്ലിഗ്രാമും പൊട്ടാഷ്യം 130 മില്ലിഗ്രാമും അടങ്ങിയിട്ടുണ്ട്. നയാസിൻ, തൈമിൻ, റൈബോഫ്ലാവിൻ തുടങ്ങിയ വൈറ്റമിൻസും ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാകം ചെയ്തെടുത്തു കഴിഞ്ഞാലും ഇതിലെ ആന്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഒന്നും തന്നെ നശിപ്പിക്കപ്പെടുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തത് ഇത് എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെ തേയ്മാനം പരിഹരിക്കാനും എല്ലുകൾക്ക് ബലം നൽകുക വഴി ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും, കാൽഷ്യം ആവശ്യമുള്ള എല്ലാവരും റാഗി കഴിക്കുന്നത് നല്ലതാണ്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികള്, പ്രായമായവര്, മെനോപോസ് അഥവാ ആർത്തവം നിന്ന സ്ത്രീകള്, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര്, ഇവരെല്ലാം കൂടുതൽ കാൽഷ്യം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഭക്ഷണത്തിൽ കൂടുതൽ റാഗി ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇനി രണ്ടാമത്തത്, ഇതിൽ കൂടുതലായിട്ട് അയേണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും നല്ലതാണ്. ഇനി മൂന്നാമത്തത്, ഇത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വിശപ്പ് മാറുകയും കുറേ നേരത്തേക്ക് വിശക്കുകയും ചെയ്യില്ല. അതുമാത്രമല്ല, ഇതിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും. നാലാമതായിട്ട്, ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ചോറിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പതിയെ മാത്രമേ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുകയുള്ളൂ. അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചോയ്സ് ആണ് റാഗി. അഞ്ചാമതായിട്ട്, ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. ഇനി ആറാമതായിട്ട്, ഇതിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമിനോ ആസിഡ് നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഏഴാമതായിട്ട്, ഇതിൽ ബി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി നമ്മളെ ശ്രദ്ധയും കോൺസെൻട്രേഷനും ഒക്കെ കൂട്ടാനും ഇത് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും. ഇത്രയധികം ഗുണങ്ങളുള്ള റാഗി നമുക്ക് അപ്പമായോ പുട്ടായോ കഞ്ഞിയായോ ഏതോ രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി കുട്ടികളെ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാർ മധുരം ഇട്ട് കഴിക്കാതിരിക്കാനായിട്ട് നോക്കുക. കാരണം ഇതിൽ നല്ല രീതിയിൽ കാലറീസ് അടങ്ങിയിട്ടുണ്ട്. മധുരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ കാലറീസ് വളരെയധികം കൂടും. അതുമാത്രമല്ല വെയിറ്റ് കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റാഗി വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുക്കാനായിട്ട് നോക്കുക. ചോറിന്റെ 1/3 മാത്രം റാഗി കഴിക്കാനായിട്ട് നോക്കുക. കാരണം ഇതിൽ ഹൈ കാലറീസ് അടങ്ങിയിട്ടുണ്ട്. ചോറിനേക്കാൾ ഏറെ കാലറീസ് റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോറിന്റെ അതേ ക്വാണ്ടിറ്റി റാഗി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് അല്ല, വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ച് മാത്രം എടുത്ത് നമ്മളെ വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ മില്ലറ്റ്സ് എല്ലാം തന്നെ ദഹിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇവ എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മളെ ദഹന പ്രക്രിയ വളരെയധികം പ്രശ്നത്തിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രമായിട്ട് ഈ മില്ലറ്റ്സുകൾ ചുരുക്കാനായിട്ട് നോക്കുക. സോ ഇത്രയൊക്കെയാണ് റാഗിയെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റു, 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. രാവിലെ മാത്രമല്ല വൈകിട്ടും സെയിം സൂംബ എക്സസൈസ് ചെയ്യാറുണ്ട്. അതിനുശേഷം 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ഒരു ദോശയും ചട്ടണിയും സാമ്പാറുമാണ്. അതിൻ്റെ കൂടെ 6 ബദാമും 3 വാൽനട്ടും കഴിച്ചു. 11 മണിയായപ്പോൾ കുറച്ച് നിലക്കടലയും കുറച്ച് കറുത്ത കടലയും കുറച്ച് പരിപ്പും 2 ഡേറ്റ്സും കഴിച്ചു. ഉച്ചയ്ക്ക് കമ്പിൻ്റെ ഉപ്പുമാവും കൂൺ കറിയും കടല പുഴുങ്ങിയതും കഴിച്ചു. വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ ഒരു ആപ്പിളും ഒരു സ്വീറ്റ് കോണിൻ്റെ കഷ്ണവും 2 തരം കടലയും പരിപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തതും കഴിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.